ശിവ PSC പവർ പോയിൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കേരള ഭൂമിശാസ്ത്രമാണ്. അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത്. സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കേരള ഭൂമിശാസ്ത്രം. കേരളത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള സംസ്ഥാനം അത് നിലവിൽ വരുന്നത് 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരുന്നത്. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളത്തിൻ്റെ വിസ്തീർണമെന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഭൂപ്രദേശങ്ങൾ, അതായത് കേരളത്തിൽ പ്രധാനമായും ഈ കേരളത്തിൻ്റെ ഭൂപ്രദേശങ്ങളെ 3ആയി തരംതിരിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ കേരളത്തിലെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും വലിയ ഭൂപ്രദേശം മലനാടാണ്. പിന്നീട് തീരപ്രദേശത്തിൻ്റെ പ്രത്യേകത ജനസാന്ദ്രത കൂടിയ ഭൂപ്രദേശം, അത് തീരപ്രദേശമാണ്. ജനസാന്ദ്രത കൂടിയ ഭൂപ്രദേശം എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖലയാണ് മലനാട് എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരേ ഒരു പീഠഭൂമി വയനാടാണ്. അതുപോലെ തന്നെ സംഘകാലത്ത് ഭൂപ്രദേശത്തെ 5 തിണകളായി വിഭജിച്ചിരുന്നു. ഏതൊക്കെയാണവ? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിങ്ങനെ 5 തിണകളായാണ് സംഘകാലത്ത് ഭൂപ്രദേശത്തെ വിഭജിച്ചിരുന്നത്. അതിൽ കുറിഞ്ചി എന്ന് പറയുന്നത് പർവ്വത പ്രദേശമാണ്. എന്താണ് കുറിഞ്ചി? പർവ്വത പ്രദേശമാണ്. ഈ പർവ്വത പ്രദേശം ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് മൃഗവേട്ടയായിരുന്നു. മൃഗവേട്ട, വേടർ ഇവരൊക്കെയാണ് ഈ പർവ്വത പ്രദേശം, അതായത് കുറിഞ്ചി മേഖലയിൽ താമസിച്ചിരുന്നത്. മുല്ലൈ എന്ന് പറഞ്ഞാൽ പുൽമേടുകളാണ്. അതായത് ഇവിടെ താമസിച്ചിരുന്നത് ഇടയർമാരാണ്. പുൽമേടുകൾ, അതാണ് മുല്ലൈ എന്ന് പറയുന്നത് പുൽമേടുകളാണ്. അവിടെ താമസിച്ചിരുന്നവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഇടയറാണ്. ഇടയർ. ഇനി അടുത്തത് പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശം. അവിടെ വേട്ടയാടൽ, കൊള്ളക്കാർ ഇവരൊക്കെയാണ് ഇവിടെ താമസിച്ചിരുന്നത്. വരണ്ട പ്രദേശം, അതായത് പാലൈ എന്ന് പറയുന്നത്. വേട്ടയാടലും പിന്നെ കൊള്ളക്കാർ അതൊക്കെയാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇനി മരുതം എന്ന് വെച്ചാൽ കൃഷി പ്രദേശമാണ്, അതായത് കൃഷിയോഗ്യമായ ഭൂമിയാണ്. അവിടെ ആരായിരിക്കും? കർഷകരായിരിക്കും. അവിടെ കർഷകരാണ്. അതുപോലെ നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. തീരപ്രദേശം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാന ആളുകളുടെ തൊഴിലെന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. അപ്പം സംഘകാലത്ത് 5 തിണകളായാണ് ഭൂപ്രദേശത്തെ വിഭജിച്ചിരുന്നത്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി പർവ്വത പ്രദേശം, മുല്ലൈ പുൽമേടുകൾ, പാലൈ വരണ്ട പ്രദേശം, മരുതം കൃഷിഭൂമി, നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. കേരളത്തിലെ 9 ജില്ലകളും അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്നു. അതിൽ കടൽ തീരമില്ലാത്തതാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നിവയ്ക്ക് കടൽ തീരമില്ല. മറ്റെല്ലാ ജില്ലകളും അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ്. കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ആകെ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്ററാണ്. കൂടുതൽ കടൽത്തീര ദൈർഘ്യമുള്ളത് കണ്ണൂർ ജില്ലയും കുറവ് കടൽത്തീര ദൈർഘ്യമുള്ളത് കൊല്ലവുമാണ്. കടൽത്തീര ദൈർഘ്യം കൂടുതലുള്ള താലൂക്ക് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് കടൽത്തീര ദൈർഘ്യം കൂടുതലുള്ള താലൂക്ക്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ആകെ കടൽത്തീരത്തിൻ്റെ 10% കേരളത്തിൻ്റെ കടൽത്തീരം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് അത് മുഴുപ്പിലങ്ങാടിയാണ്. മുഴുപ്പിലങ്ങാടി ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്ന് പറയുന്നത്. ഇതിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നതാണ് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് എന്നറിയപ്പെടുന്നത് ഈ മുഴുപ്പിലങ്ങാടി ബീച്ചാണ്.
ഇത് നേരത്തെ പറഞ്ഞു കേരളത്തിലെ കടൽത്തീരത്തിൻ്റെ ആകെ ദൈർഘ്യം 580 കിലോമീറ്റർ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് അതിൽ ഈ കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ 590 കിലോമീറ്റർ എന്നാണ് ആ വെബ്സൈറ്റിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 580 കിലോമീറ്ററും ഈ വെബ്സൈറ്റിൽ കാണുന്ന 590 കിലോമീറ്റർ ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. എക്സാമിന് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷൻ വരുമ്പോൾ അത് വേണം നമ്മളത് സെലക്ട് ചെയ്യാനുള്ളത്. അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് 21ആണ്. 21ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം. ഇനി കേരളത്തിലെ വാർഷിക ശരാശരി താപനില 25 മുതൽ 27.5 വരെ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിലെ ഭൂപ്രദേശങ്ങളെ 3ആയി തരംതിരിക്കാന്ന് പറഞ്ഞത്. ഓരോ പ്രദേശമായിട്ട് നമുക്ക് നോക്കാം. ഒന്ന് മലനാട്. മലനാട് എന്ന് പറയുന്നത് ആകെയുള്ള ഭൂപ്രദേശത്തിന് 48%. കേരളത്തിലെ ഈ ഭൂപ്രദേശങ്ങളിൽ 48% മലനാടാണ്. മലനാടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കേരളത്തിൻ്റെ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ, അതായത് 250 അടി, ഈ 250 അടിയിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശമാണ് മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം എന്ന് പറയുന്നതും മലനാടാണ്. അതുപോലെ ഇവിടുത്തെ കൃഷിക്ക് അനുയോജ്യം എന്ന് പറയുന്നത് ഏതൊക്കെ കൃഷിക്കാണ് ഇത് അനുയോജ്യം? തേയില, കാപ്പി, ഏലം, റബ്ബർ, കുരുമുളക് എന്നീ കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ഈ മലനാട്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭൂപ്രദേശം കൂടിയാണ് മലനാട്. ഈ മലനാടിനെ കേരള സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ ഉൾപ്പെടുന്നത് ഈ മലനാട് പ്രദേശത്താണ്. ഈ മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ല ഈ മലനാട് പ്രദേശം ഉൾപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് മലനാട്ടിലാണ്. കാരണം അവിടെയാണ് ഈ മലകളും കുന്നും അതുപോലുള്ള ഇതെല്ലാം ഉയർന്ന പ്രദേശമാണ്. അപ്പോൾ ഉയർന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെയുള്ള ഭീഷണികളെല്ലാം നമ്മുടെ കേരളം നേരിടുന്നത്. ഇനി മലനാടിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഇടനാട്. ഇടനാട് എന്ന് പറയുന്നത് ആകെയുള്ള ഭൂപ്രദേശത്തിൽ 42% ഇടനാടാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 7.5 മീറ്റർ അടിക്കണക്ക് വരുമ്പോൾ 25 അടിയാണ്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ ഉയരത്തിലുള്ള പ്രദേശമാണ് ഈ ഇടനാട് എന്ന് പറയുന്നത്. 75 മീറ്ററിൽ കൂടുതൽ വരുന്നത് മലനാടാണ്. 7.5 മീറ്ററിനും ഈ 75 മീറ്ററിനും ഇടയിൽ വരുന്നതാണ് ഇടനാട് എന്ന് പറയുന്നത്. 75 മീറ്ററിന് മുകളിലാകുമ്പോൾ അത് മലനാടാകും. മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഭാഗം എന്ന് പറയുന്നത് ഇടനാടാണ്. അതായത് മലനാടിന് തൊട്ട് താഴെയായി കാണുന്നതാണ്. അതാണ് മലനാട്. മലനാടിന് തൊട്ട് താഴെയായി കാണുന്നതാണ് ഇടനാട് എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം. ഇവിടുത്തെ പ്രധാന മണ്ണിനം എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് ആണ്. അതായത് ചുവന്ന മണ്ണാണ് ഇവിടുത്തെ പ്രധാന മണ്ണിനം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂഭാഗമാണ് ഇടനാടെന്ന് പറയുന്നത്. ഇതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം. റബ്ബർ, കശുവണ്ടി, അടയ്ക്ക, തെങ്ങ്, കുരുമുളക് ഇതൊക്കെ ഈ തരം വിളകൾക്ക് അനുയോജ്യമായ ഭൂപ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. പിന്നെ ഈ ഭൂപ്രദേശത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് ഇലപ്പൊഴിയും കാടുകൾ. ഇനിയുള്ള പ്രദേശമാണ് തീരപ്രദേശം. അത് ബാക്കി മലനാട് ഇടനാട് കഴിഞ്ഞുള്ള ബാക്കി 10% ആണ് തീരപ്രദേശം എന്ന് പറയുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിൽ താഴെ ഉയരമുള്ളത്, അതായത് 25 അടിക്ക് താഴെയുള്ളത്. ഇത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ളത് ഇടനാട്, 75 മീറ്ററിന് മുകളിലുള്ളത് മലനാട്, ഈ 7.5 മീറ്ററിന് താഴെയുള്ളത് തീരപ്രദേശം. അതായത് ഇടനാട് ഭൂപ്രദേശത്തിന് താഴെ വരുന്നതാണ് തീരപ്രദേശം. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിൽ വരുന്ന ഭാഗമാണ് ഇടനാട് എന്ന് പറയുന്നത്. അപ്പോൾ തീരപ്രദേശം 10%. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്ററിൽ താഴെ ഉയരമുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ഭൂപ്രദേശം കൂടിയാണ് തീരപ്രദേശം. തീരപ്രദേശ ഭൂപ്രകൃതി ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ഏതാണ്? ആലപ്പുഴയാണ്
തീരപ്രദേശ ഭൂപ്രകൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല. ഇവിടുത്തെ പ്രധാന മണ്ണ് എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണാണ് ഇവിടുത്തെ പ്രധാന മണ്ണ്. ഇവിടുത്തെ പ്രധാന കൃഷി ഇനങ്ങൾ നെല്ലും തെങ്ങുമാണ്. അതുപോലെ തന്നെ മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നിവയൊക്കെ കാണപ്പെടുന്നത് ഈ തീരപ്രദേശത്താണ്. ഈ ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയുടെ നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് കൊല്ലം ജില്ലയിലെ ചവറ, നീണ്ടകര പ്രദേശങ്ങൾ. അവിടെയാണ് ഈ മോണോസൈറ്റ്, ഇൽമനൈറ്റ് ഒക്കെ കാണപ്പെടുന്നത്. ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഈ ക്ലാസ്സുകളുടെ നോട്ട്സുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നോട്ടുകൾക്കായിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഫോളോ ചെയ്യുക. അപ്പം ക്ലാസ്സുകളുടെ നോട്ട്സുകളെല്ലാം തന്നെ ടെലഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്ത് പഠിക്കുക. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.